വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അങ്ങനെ ചാമ്പ്യൻസ് ലീഗിലെ ക്വാർട്ടർ ഫൈനൽ പ്രതീക്ഷയുമായിട്ട് ഇറങ്ങിയ അത്ലറ്റിക്കോ മാഡ്രിഡിനെ മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിൽ വെച്ച് പെനാൾട്ടി ഷൂട്ടിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് റയൽ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. ഒരു അൾട്ടിമേറ്റ് ഡ്രാമയാണ് നമ്മൾ ഇന്ന് മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിൽ കണ്ടത് എന്ന് പറയേണ്ടി വരും. ഇതുപോലുള്ള നോക്കൌട്ട് മത്സരങ്ങളിൽ ആ ഒരു ഫൈനൽ കടമ്പ കടക്കാനുള്ള നോഹോ ഇപ്പോഴും റയലിന്റെ കയ്യിലുണ്ടെന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ലെഗിൽ 2-1 ചെറിയൊരു ലീഡ് റയലിനുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ലീഡ് അധിക സമയം പിടിച്ചു നിർത്താൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ 4-3-3 എന്നുള്ള ക്ലാസിക് ഫോർമേഷനിൽ റയലും 4-4-2 എന്നുള്ള ഫോർമേഷനിൽ അത്ലറ്റിക്കോയും ഇന്ന് കളത്തിലിറങ്ങി. കളി തുടങ്ങി ആദ്യത്തെ 30 സെക്കൻഡിനുള്ളിൽ തന്നെ അത്ലറ്റിക്കോ ഒരു കിഡിലം ഗോളോടെ 1-0 ലീഡിലേക്ക് എത്തുകയാണ്. ഒരു ടീം ഗോളാണ് നമ്മൾ അത്ലറ്റിക്കോയുടെ സൈഡിൽ നിന്ന് കാണുന്നത്. ഇപ്പോ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ലോങ് ഷോട്ട് റയലിന്റെ ഡിഫൻസ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ പന്ത് മിഡ്ഫീൽഡിലുള്ള ആൽവരസിന്റെ കാലിലേക്ക് എത്തുകയാണ്. ആൽവരസ് റൈറ്റ് വിങ്ങിലുള്ള ഡിപ്പോളിനെ കാണുന്നുണ്ട്. പുള്ളി ഡിപ്പോളിനെ സെറ്റപ്പ് ചെയ്യുന്നു. ഡിപ്പോളി ബോളുമായിട്ട് ലെഫ്റ്റ് വിങ്ങിലൂടെ മുമ്പോട്ട് പോയി ഒരു ലോ ക്രോസ് പോസ്റ്റിലേക്ക് ഇടുകയാണ്. ഇവിടെയാണ് നമ്മൾ സിമിയോണിയുടെ ഒരു ബ്രില്യൻസ് കാണുന്നത്. പുള്ളി ഒരു ഡമ്മി ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ഈ ബോള് കൃത്യമായിട്ട് ലീവ് ചെയ്യുന്നു. പിറകിലൂടെ ഓടി വന്നിട്ടുള്ള ഗാലഗർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പുള്ളി ആ പന്ത് ടാപ്പിൻ ചെയ്തുകൊണ്ട് 1-0 ലീഡിലേക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിനെ എത്തിക്കുകയാണ്. അങ്ങനെ 30 സെക്കൻഡിനുള്ളിൽ തന്നെ അഗ്രിഗേറ്റിൽ 2-2 എന്നുള്ള സ്കോറോടെ അത്ലറ്റിക്കോ കളിയിലേക്ക് തിരിച്ചു വന്നു. അതോടുകൂടി മെട്രോപൊളിറ്റാനയിലെ അറ്റ്മോസ്ഫിയർ ഒരു വേറെ ലെവലിലേക്ക് പോയി എന്ന് പറയേണ്ടി വരും. ഇന്ന് അത്ലറ്റിക്കോയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ ഒരു ബ്രില്യൻ പെർഫോമൻസ് ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഒഫൻസീവ് നോക്കിക്കഴിഞ്ഞാലും മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാലും ഡിഫെൻസീവില് നോക്കിക്കഴിഞ്ഞാലും ഓവറോൾ ഒരു ബാലൻസ് ആയിട്ടുള്ള പെർഫോമൻസ് അത്ലറ്റിക്കോയുടെ സൈഡിൽ നിന്ന് ഇന്ന് വന്നു എന്ന് പറയേണ്ടി വരും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ന് റൈറ്റ് വിങ്ങിൽ മെൻഡിയെ അത്ലറ്റിക്കോ നല്ല രീതിയിൽ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒട്ടുമിക്ക അറ്റാക്കുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപോൾ അല്ലെങ്കിൽ ലോറന്റെ റൈറ്റ് വിങ്ങിലൂടെ കയറി വരും. ഗ്രീസ്മാൻ അല്ലെങ്കിൽ ആൽവരസ് സപ്പോർട്ടിനായിട്ട് വരും. ഇവര് 1-2 എടുത്തുകൊണ്ട് മെൻഡിയെ കബളിപ്പിച്ച് ഒരുപാട് പ്രാവശ്യം ഒന്നുകിൽ റൈറ്റ് വിങ്ങിലൂടെ ഷോട്ട് എടുക്കുന്നു അല്ലെങ്കിൽ സ്ക്വയർ പാസ് പോസ്റ്റിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ ഓപ്പർച്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അവർ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പൊ വിനീഷ്യസ് ജൂനിയറിന്റെയും എംബാപ്പയുടെ കാര്യം ഇവിടെ എടുത്തു പറയണം. 1-2 മൂവ്മെന്റ് ഒക്കെ ഫസ്റ്റ് ഹാഫിൽ ലെഫ്റ്റ് വിങ്ങിലൂടെ വിനീഷ്യസ് നടത്തി. ഇവിടെ ലോറന്റെ പുള്ളിയെ പിടിച്ചു നിർത്താൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ടു. ഡിപ്പോളൊക്കെ ഇറങ്ങി വന്ന് പുള്ളിക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട സിറ്റുവേഷൻ കൂടി വന്നു. പക്ഷേ ആ മൊമെന്റം കൊണ്ട് പോസ്റ്റിന്റെ അടുത്ത് വരെയൊക്കെ പോകാൻ പലപ്പോഴും വിനീഷ്യസ് ജൂനിയറിന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. പക്ഷേ ഒരുപാട് ചാൻസ് ഒന്നും റയലിന്റെ സൈഡിൽ നിന്ന് ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു ഹാഫ് ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മുമ്പൊക്കെ കണ്ടിട്ടുള്ള ആ റയൽ മാഡ്രിഡ് ഇന്ന് ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഊഹിക്കാം. ഇവിടെ നമ്മൾ അത്ലറ്റിക്കോക്ക് ക്രെഡിറ്റ് കൊടുത്തേ മതിയാവൂ. ആൽവരസ് ഇന്ന് മിഡ്ഫീൽഡിൽ നിന്ന് ലെഫ്റ്റ് വിങ്ങിൽ പോയി അവിടുന്ന് ഷോട്ട് എടുക്കുന്നു. റൈറ്റ് വിങ്ങിലേക്ക് പോയി അവിടുന്ന് ഷോട്ട് എടുക്കുന്നു. അങ്ങനെ കോർട്ടുവാനെ നല്ല രീതിയിൽ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന 1-2 ഷോട്ടുകൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഗ്രീസ്മാന്റെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ എടുത്തു പറയണം. പുള്ളി ഇപ്പൊ ഡിപ്പോള് വരികയാണെങ്കിൽ ഡിപ്പോളുമായിട്ട് ഒരു 1-2 എടുക്കുന്നു, ആൽവരസിലേക്ക് പാസ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ പുള്ളി മിഡ്ഫീൽഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇപ്പോഴും ആ ഒരു കളിയുടെ ടോപ്പ് നോച്ച് ഗിയർ ഗ്രീസ്മാന്റെ കയ്യിലുണ്ട് എന്ന് നമ്മൾ കണ്ട നിമിഷങ്ങൾ ഇന്നുണ്ടായിരുന്നു. സിമിയോണി നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റികളും ഇന്ന് വന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 1-2 ചാൻസുകളൊക്കെ അത്ലറ്റിക്കോയുടെ സൈഡിൽ നിന്ന് വന്നു. കോർട്ടുവാനെ ട്രബിൾ ചെയ്യിക്കുന്ന ഷോട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് പുള്ളി സേവ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 1-0 ലീഡ് അത്ലറ്റിക്കോക്ക് ഉണ്ടായിരുന്നു. റയലിന്റെ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ ചാൻസുകളൊന്നും വന്നില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫ് മുമ്പോട്ട് പോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങി ആദ്യത്തെ മിനിറ്റിൽ തന്നെ ആൽവരസിന്റെ മറ്റൊരു ഷോട്ട് വരികയാണ്. ഇവിടെയും നമ്മൾ എടുത്തു പറയേണ്ടത് ഗ്രീസ്മാൻ ടു ആൽവരസ് ആ ഒരു ലിങ്ക് കൃത്യമായിട്ട് വരുന്നുണ്ടായിരുന്നു. പോസ്റ്റിന് തൊട്ട് പുറകിൽ വെച്ചിട്ടാണ് ഈ ഷോട്ട് എടുക്കുന്നത്. അവിടെയും കോർട്ടുവായുടെ ഒരു ബ്രില്യൻ സേവ് വന്നു. എടുത്തു പറയേണ്ടത് റൈറ്റ് വിങ്ങിൽ മെൻഡി നല്ല രീതിയിൽ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി
പലപ്പോഴും നോക്കി നിൽക്കുന്ന സിറ്റുവേഷൻ പോലും ഇന്ന് കണ്ടിട്ടുണ്ട്. എന്നാൽ അസെൻസിയോ, റോഡ്രിഗൽ പലപ്പോഴും റയലിനെ രക്ഷപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം കൗണ്ടറിലൂടെ കിഡിലൻ ചാൻസുകൾ അത്ലറ്റിക്കോയെ തേടിയെത്തി. ലാസ്റ്റ് മാൻ ആയിരുന്നു. അവിടെ അസെൻസിയോയുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഒക്കെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. കാരണം പുള്ളി ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഓടി വന്ന് റൈറ്റ് വിങ്ങിലേക്ക് എത്തി ക്ലിയർ ചെയ്യുന്ന ബോൾ പോലും ഇന്നുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു സിംഗിൾ ടച്ച് എടുത്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത്ലറ്റിക്കോ സ്കോർ ചെയ്യുന്ന ചാൻസുകളായിരിക്കാം. റോഡ്രിഗറുടെ അവസാന നിമിഷം ബോക്സിലേക്ക് വന്നിട്ടുള്ള ഒരു ക്രോസ് ഒക്കെ എടുത്തു പറയണം. അവിടെയും ഒരു ലാസ്റ്റ് മിനിറ്റ് ക്ലിയറൻസ് നടത്തുന്നത് റോഡ്രിഗറുടെ സ്ലൈഡിങ് ടാക്കിലൊക്കെയാണ്. അപ്പൊ മറ്റൊരു ചാൻസ് എടുത്തു പറയേണ്ടത് റയലിന് കളി കില്ല് ചെയ്യാനുള്ള അവസരം 67ാമത്തെ മിനിറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ബെല്ലിംഗാമിന് ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുള്ള ഒരു പാസ്, പുള്ളി എംബാപ്പയുടെ മൂവ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. ഒരു ത്രൂ പാസോടെ എംബാപ്പയെ സെറ്റ് ചെയ്യുന്നു. എംബാപ്പെ ബോളുമായിട്ട് പോസ്റ്റിനരികിലേക്ക് വരികയാണ്. ഇവിടെ 2 പേര് പുള്ളിയെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ലോങ്ങിലേക്ക് പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക്, ലോങ്ങിലെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് പോകാൻ ശ്രമിച്ച എംബാപ്പയെ പോസ്റ്റിനകത്ത് വെച്ച് ലോങ്ങിലെ ഫോളോ ചെയ്യാണ്. ക്ലിയർ കട്ട് ഫൗൾ. ഓൺഫീൽഡ് റഫറി പെനൽറ്റി കൊടുത്തു. വേറൊന്നും ചെയ്യാനില്ല. വിനീസിയസ് ജൂനിയറിന് കളി കില്ല് ചെയ്യാൻ കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. പക്ഷേ പ്രഷർ ഇവിടെ ഒരു വലിയ റോൾ പ്ലേ ചെയ്തു എന്ന് പറയേണ്ടി വരും. പുള്ളി ആ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. വലിയ വ്യത്യാസത്തിലാണ് ആ ബോൾ പുറത്തേക്ക് പോയത്. അതോടുകൂടി ആ ഓപ്പർച്യൂണിറ്റി കയ്യിൽ നിന്ന് പോയി. ഒരു നെഗറ്റീവ് ക്ലൈമാക്സ് ഉണ്ടാകുമോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അത്. കാരണം ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ബാക്ക് ഫെയർ ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാന നിമിഷം സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. ഇവിടെ 1-2 ചാൻസുകൾ അത്ലറ്റിക്കോ സൈഡിൽ നിന്ന് പിന്നെയും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അത് കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. കുറേ റൈറ്റ് വിങ്ങിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അവിടെയും ഒരു പരിധി വരെ കോർട്ടുവയുടെ സേവുകൾ റയലിനെ രക്ഷപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. അങ്ങനെ കളി എക്സ്ട്രാ ടൈമിലേക്ക് പോയി. എക്സ്ട്രാ ടൈമിൽ നോക്കിയാലും 1-2 ചാൻസുകൾ ഇരു ടീമുകൾക്ക് ഉണ്ടായിരുന്നു. ഇവിടെ വിനീഷ്യസ് ജൂനിയറിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ്. അപ്പൊ അൻസലോട്ടി പുള്ളിയെ വലിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കോളേജ് നടത്തി. കാരണം പെനൽറ്റിയിലേക്ക് പോകുന്ന റയൽ ആ സമയത്ത് ഉറപ്പിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 1-2 ചാൻസുകൾ ഇരു ടീമുകളും ക്രിയേറ്റ് ചെയ്തു. പക്ഷേ കളി 2 ടീമുകൾക്കും സ്കോർ ചെയ്യാൻ പറ്റാതെ മുമ്പോട്ട് പോയി. പെനാൽറ്റി ഷൂട്ടറിലേക്ക് കളി എത്തുകയാണ്. ഇവിടെയാണ് മറ്റൊരു ടേണിംഗ് പോയിന്റ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അധികം ഒന്നും നമ്മൾ ഒബ്സർവ് ചെയ്യാത്ത ഡബിൾ ടാപ്പിംഗ് ഇഷ്യൂ ഈ പെനാൽറ്റിയിലൂടെ വരികയും അത് അത്ലറ്റിക്കോയ്ക്ക് തിരിച്ചടിയാവുന്ന സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. 2 ടീമുകളും ആദ്യത്തെ പെനാൽറ്റികൾ കൺവേർട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഇവിടെ ഹൂലിയൻ ആൽവരസ് ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി വരികയാണ്. ഷോട്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് പുള്ളി സ്ലിപ്പ് ആവുന്നു. പുള്ളിയുടെ ലെഫ്റ്റ് ലെഗ് ബോളിന് മുമ്പിലായിട്ട് പ്ലേസ് ചെയ്തു. അപ്പൊ ഷോട്ട് എടുക്കുമ്പോൾ ഡബിൾ ടച്ചോടെ ഈ ബോൾ പോസ്റ്റിലേക്ക് എത്തുകയും ചെയ്തു. വാർ ഇന്റർവീൻ ചെയ്തുകൊണ്ട് ഈ പെനാൽറ്റി ഡിസലോ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. കാരണം അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു പെനാൽറ്റി സ്ലിപ്പ്. പക്ഷേ റൂൾ ബുക്ക് പ്രകാരം ഡബിൾ ടാപ്പിംഗ് അലൗഡ് അല്ല. ഞാൻ സ്ലോ മോഷനിൽ ഈ വീഡിയോ കണ്ടപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ബോളിന്റെ മൂവ്മെന്റ് ഒന്നും ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫ്രണ്ട് നിന്നുള്ള ഷോട്ടിൽ പുള്ളിയുടെ ലെഫ്റ്റ് ലെഗിന്റെ ഒരു പോർഷൻ ബോളിന്റെ പിറകിലായിട്ടുള്ളതുപോലെ വളരെ കൃത്യമായിരുന്നു. എന്തായാലും ആ ഷോട്ട് അലോ ചെയ്തില്ല. പിന്നീട് ലോറന്റെ എടുത്തിട്ടുള്ള മറ്റൊരു ഷോട്ട് കോർട്ടുവ സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ക്രോസ് ബാറിൽ തട്ടി അതും പുറത്തേക്ക് പോവുകയായിരുന്നു. ഈ 2 മിസ്സുകളും വലിയ രീതിയിൽ തന്നെ ബാക്ക്ഫയർ ആയി. ഇവിടെ നമ്മൾ ഓബ്ലാക്കിന്റെ പെർഫോമൻസ് എടുത്തു പറയണം. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ ഡോണറുമ കൊണ്ടുവന്നിട്ടുള്ള ആ ലെവൽ ഓഫ് പെർഫോമൻസ് ഓബ്ലാക്കിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പുള്ളി ഒരു സേവ് ചെയ്തു. വാസ്കസിന്റെ ഒരു ഷോട്ട് ബ്രില്യൻ്റ് ആയിട്ട് പുള്ളി സേവ് ചെയ്തു. പക്ഷേ പിന്നീട് റൂഡ്രിഗർ എടുത്തിട്ടുള്ള പെനാൽറ്റി പുള്ളിയെ പോലുള്ള ഒരു ഗോൾ കീപ്പറുടെ സൈഡിൽ നിന്ന് നമ്മൾ ഷോട്ട് ബ്ലോക്ക് ചെയ്യേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം ഡയറക്റ്റ് ആയിട്ട് പുള്ളിയുടെ കയ്യിലേക്ക് വന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് കൈ തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ട് പോസ്റ്റിലേക്ക് എത്തുകയായിരുന്നു. അതോടുകൂടി
2 മിസ്സോടെ അത്ലറ്റിക്കോ മാഡ്രിഡ് പെനാൽറ്റി ഷൂട്ടിൽ പരാജയപ്പെടുകയും ചെയ്തു. എന്തായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.